എവ്രിവൺ, സോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ആദിയോഗ സെഞ്ചുറിന്ന് നമ്മൾ നേരെ ഇന്ന് നമ്മളെ വീട്ടിലേക്ക് എല്ലാവരും വീട്ടിലേക്ക് പോവാണ്. അപ്പൊ കുറച്ച് അടിച്ചുപൊളികളും എന്റർടൈൻമെന്റ് ഒക്കെ ആയിരിക്കും ഈ വ്ലോഗിൽ ഉണ്ടാവുക. അല്ല, ഈ പാട്ടില് അപ്പയുടെ ഓർമ്മ വന്നത്. ഇത് അപ്പയുടെ പാട്ടാണ്. അപ്പൊ നമ്മൾ കണക്ട് ആയില്ലേ, ഇത് അപ്പയുടെ പാട്ടാണ്. ഈ പാട്ട് കേട്ടപ്പോ ഞാൻ രാധാമൻ അപ്പനെ ഓർത്ത്. കാരണം അത് നമുക്ക് വലിയൊരു നഷ്ടമായി പോയതാണ്. അതെ, അത് ബിന്ദു ആന്റിക്ക് ഒരുപാട് താങ്ക്സ് കേട്ടോ. പാട്ടറിയില്ല, പാടുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എനിക്ക് വരി അറിയില്ല. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തയ്യമനെ മിന്നിൻ സൂര്യനും ചന്ദ്രനും ഒന്നയ്യമനെ നമ്മ കണ്ണനായി വന്നവനെ എല്ലാരും സന്തോഷിച്ചിട്ട് വിഷ്ണുവിനെ ഞാൻ കണ്ടിട്ടില്ല. അതില് വരുമാനം ഇല്ലാത്തവരെന്ന് പറഞ്ഞത് ശരിയായില്ല. പാലക്കാട് ഭയങ്കര മഴയാണ്. ഉരുൾപൊട്ടലൊക്കെയാണ് പറയണത്. എനിക്കറിയില്ല, ഉരുൾപൊട്ടലായത് കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്നെ ഇനി കാണാൻ പറ്റില്ല. ഈ വ്ലോഗിൽ എന്തായാലും നിങ്ങൾ ഇപ്പൊ കാണണമെങ്കിൽ കണ്ടോ. ഓക്കെ, എന്റെ ഒരു ഫ്രണ്ട് എന്റെ കുറ്റങ്ങൾ പറയാനോ. ട്യൂണിട്ടൊക്കെ പാടണം, പ്ലീസ് നോട്ട് ചെയ്യാം. പൊന്നേഴുന്നള്ളും യേശുമാനൂരപ്പ തൊഴുന്നേൻ ഞാൻ തിരുനാഗത്തളയിത്ത തൃപ്പാദം. നമ ശിവായ നമ ശിവായ നമ ശിവായ. മുഴുക്കപ്പു ചാർത്തിരുമേ കണി കാണാൻ വരും നേരം, കാലത്ത് കണി കാണാൻ വരും നേരം തരുമോ തൊഴുകൈക്കും വിളിലേക്കുമേ തിരുമുടി പുഴയിലെ തീർത്ഥം. നമ ശിവായ നമ ശിവായ നമ ശിവായ. പൊന്നാന പുറത്തെഴുന്നള്ളൂരപ്പ തൊഴുന്നേ. നിന്നെ ഞാൻ കണ്ടേ മേഘം പൂക്കൾ പെയ്യുന്നേ ഒന്നാവാ ഞാനെന്നേ നെഞ്ചു തീർത്തോരൻ പ്രണയ പ്രപഞ്ചമിതാ ദർശന സർവം സദാ നിൻ സൗരഭ ദർശന എൻ ജീവൻ സായുജ്യം ദർശന സ്നേഹാമൃതം എന്നിലെ ദർശന. നീ പോകും വഴിയിൽ വരും കാത്തു നിന്നു ഒരു നോക്കു നൽകാതകന്നു നീ.
അപ്പൊ നമ്മൾ ഈ ടൂർ ടൂർ കണ്ടുമ്പോ മുട്ട വൈബാണ് അല്ലേ? പൊളിയാണ്, ഇച്ചു പൊളിയാണ് മുട്ട. സന്തോഷമല്ലേ? ഫാമിലി സന്തോഷം ഇല്ല ഉണ്ടായിട്ടില്ല. അപ്പൊ എനിക്ക് ബിഗ് ഹാറ്റ്സ് ഓഫ് വരും. ഓക്കെ, എങ്കാണം ബെസ്റ്റ്. ഇവര് പട്ടി ഷോ എന്ന് കഴിക്കും. ഭയങ്കര ഷോ ഇതില് പട്ടി ഷോ ആണ്. അമ്മു ആലപിക്കുന്ന നാടൻ പാട്ട്. സോറി, അമ്മു അല്ല, ദേവു. ദേവു അറിയൂല എന്ന് 1000 വട്ടം ഉണർന്നാലും നമ്മൾക്കറിയാം ദേവുവിനെ അറിയാമെന്ന്. അപ്പൊ ദേവുവിന്റെ അതിമനോഹരമായ ഒരു പാട്ട് ദേവു ആലപിക്കുകയായിരിക്കും. ഓക്കെ, നിഷ്കളങ്കലും കോമളവുമായ ദേവുവിന് ഞാൻ മൈക്ക് കൈമാറുന്നു. ഓക്കെ, മുത്താനെ തൊമ്പുക്കറി മുത്തമ്മനെ പരടി മുത്തമ്മനെ പരടി പൊക്കീരിയനെ കെട്ടിയത് പിള്ളേരൊക്കെ പറ്റാടി. അപ്പൊ എല്ലാ ശ്രോതാക്കളും ഒരു നല്ല കൈയടി. ഓക്കെ, കമാൻ കമാൻ. കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്തു കഴിഞ്ഞ് ആറ്റക്കിളി പോകും മണ്ണണി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. കാലി മെയ്യുന്ന പുല്ലാണിക്കാട്ടിൽ കണ്ണിമാങ്ങ കടിച്ചു നടക്കാം. കാറ്റിൻ പാദസരങ്ങൾ ഇടുക്കാം. ഉണ്ണി മഞ്ചാടിക്കുന്നിലേറാ. പിന്നിൽ വന്നു കണ്ണുമുത്താൻ. കണ്ടുവെന്നു കള്ളം ചൊല്ലാം. കാണാത്ത കഥകളിലെ രാജാവും റാണിയുമാകാം. നമ്മളെ പോലെ ചിരട്ടിട്ട് പാറപ്പുറത്തുള്ള സൗണ്ട് അല്ല അല്ലേ? പിന്നെ അടുത്ത പാട്ട് ഞാൻ സത്യത്തില് 2 ഇമോഷണൽ വാക്ക് പറയുന്നത് കേട്ടാ. പറഞ്ഞോട്ടെ, നമ്മളിപ്പോ ഇന്ന് ഉറങ്ങി നാളെ രാവിലെ ആരുണ്ടാവുന്നൊന്നും പറയാൻ പറ്റില്ല. ശരിയല്ലേ? ഒന്നിനും ഒരു ഗ്യാരണ്ടി ഇല്ല. ഈ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതൊരു മെമ്മറിയാണ്. നാളെ നമ്മളെ മക്കള് ഇത് കണ്ട്, എന്റെ ആഗ്രഹം ഇതാണ്, എന്റെ കാലം കഴിഞ്ഞാലും എന്റെ മക്കളും ഇപ്പൊ ദേവും അമ്മു ആരായാലും അവര് ഈ വേഴക്കാട്ട് ഫാമിലി ഇതുപോലെ നിന്ന് പോരുത്. നാളെ എന്റെ ഫാമിലിയില് ഉണ്ട്, പക്ഷെ അവിടെ അതുപോലെ അടി ഇടി എല്ലാ ഫാമിലിയും ഉണ്ട്. കൊമ്പ് രണ്ടും മേലോട്ട്, കാല് രണ്ടും താഴോട്ട്, തൊത്തേ 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 തൊ. സന്തോഷം കൊണ്ട് ഹൃദയസരസിലെ പ്രണയ പുഷ്പമേ കഥ പാടുന്നതിൽ എത്ര പേര് കൈവെക്കണു? എത്ര പേര് കൈവെക്കണു? ശ്രോതാക്കളുടെ ഇഷ്ടപ്രകാരം എല്ലാരും കൈവെക്കണം. ദീനാമ ഒന്നും കൂടി ഞാൻ ചോദിക്കണം, എത്ര പേര് കൈവെക്കുന്നു? ഓക്കെ, ബിന്ദു ചേച്ചി കാല് പൂക്കിക്കണം. കയ്യാള് പൂക്കേണ്ട കാലല്ല. ഒരു മിനിറ്റ് കൊടുക്കാം. എന്തെങ്കിലും കിടങ്ങൂല. ഉമ്മ വെച്ചുണർത്താൻ ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ. ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ.
അരളിയിൽ ഒരു കിളി നമ്മുടെ വിജയകുമാർ വേഴക്കാട്ട് പാടല്ല എന്ന് പറഞ്ഞാലും മനസ്സിലൊരു ആഗ്രഹം പാടണമെന്നാണ്. എല്ലാരും പുള്ളിക്ക് ഒരു നല്ലൊരു ക്ലാപ്പ് കൊടുക്കണം. നമ്മുടെ കുടുംബത്തിലെ അതിസുന്ദരനായ ഒരു ഗായകൻ വിജയൻ ചേട്ടൻ മാത്രമേ ഉള്ളൂ. നല്ല സത്യമാണ് ഞാൻ പറഞ്ഞത്. വേറെ ആരും ഒരു മൂളിപ്പാട്ട് പാടാനുള്ള കഴിവുകളില്ല. ആകെയുള്ള ഒരു കഴിവുള്ളത് സോഫിക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ സോഫിയുടെ അനുഗ്രഹത്തില് വിജയൻ ചേട്ടന് മൈക്ക് കൈമാറുന്നു. തൊണ്ട ശരിയാക്കണം ചേട്ടാ. പഴയ പോലെ പാടുന്ന പുതിയ പോലെ പഠിക്കോ. അപ്പൊ നമ്മുടെ ഈ സന്തോഷമായ നിമിഷങ്ങൾക്ക് വിജയൻ ചേട്ടനെ സാക്ഷി നിർത്തി വിജയൻ ചേട്ടന്റെ ഒരു ഗാനം വിജയൻ ചേട്ടൻ ആലപിക്കുന്നു. ഓക്കെ, ഒരു ബിഗ് ക്ലാപ്പ്. അതെ, വീഡിയോ എടുത്തോ. മഞ്ഞലയിൽ മുങ്ങി തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. കന്നികാരം പൂത്തു തളിർത്തു, കൽപ്പനതൻ താളമൊരുക്കി. കന്നികാരം പൂത്തു തളിർത്തു, കൽപ്പനതൻ താളമൊരുക്കി. കവിളത്തു കണ്ണീരോടെ കഥനത്തിൻ കണ്ണീരോടെ മടങ്ങുവല്ലോ നീ, മടങ്ങുവല്ലോ. മഞ്ഞലയിൽ മുങ്ങി ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ജഗോരി ജഗോരി ജഗോരി. കഥ മുഴുവൻ തീരുന്നുണ്ടേ, യവനികൾ തീരുന്നുണ്ടേ. അപ്പൊ വിജയന്റെ സഹോദരി ഷീല ഒരു നല്ലൊരു ഗാനം. ഷീല ചേച്ചി അവൾക്ക് ലയിച്ച് പാടും. പക്ഷെ ഈ ടൂറ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചെന്ന് പറയുന്നു, എല്ലാവരും ഒന്ന്
അല്ലേ? നമ്മളെല്ലാരും സെപ്പറേറ്റ്. ഇപ്പൊ ബിന്ദു ചേച്ചി കഴിഞ്ഞ ആഴ്ച ടൂർ പോയി, എല്ലാരും ടൂർ പോയില്ലേ? പക്ഷെ അല്ലേ അല്ലേ പക്ഷെ ഈ ടൂർ കൊണ്ട് നമുക്കൊരു സന്തോഷം. ഇതൊരു സന്തോഷമല്ലേ? അല്ലേ? അതെ അതെ അതെ, ഇതൊരു സന്തോഷം എന്ന് പറഞ്ഞല്ലേ. പിന്നെ നമുക്ക് കലകളും വഴക്കും പേരൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊക്കെ കണ്ടേ മേഘം പൂക്കൾ പെയ്യുന്നേ. ഫ്രണ്ട്സ്, അപ്പൊ നമ്മ ചായ കുടിക്കാൻ വേണ്ടി വന്നേക്കണേ. ചായ കുടിക്കാൻ വേണ്ടി റെഡിയായിട്ട് ഭയങ്കര ഒച്ചപ്പാടും ബഹളമാണ് ഇവിടെ. അപ്പൊ നമ്മ ഇപ്പൊ ഒരു എന്താണ് വെജ് ഹോട്ടലിൽ കയറി ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് ഉഷാറായി. പിന്നെ കുറച്ച് സ്നാക്സ് ഐറ്റംസ് ഒക്കെ മേടിച്ച് നമ്മ ട്രാവലറിൽ കയറാണ്. ഇനി നമുക്ക് പോണ വഴിയുള്ള വിശേഷങ്ങളായിട്ട് കാണാം. കൊടയിൽ കൊണ്ടുവരാൻ വരെ ആൾക്കാരോട് ഫീൽ മോനെ ഫീൽ അല്ല മോ. Come on, Chino, let's see. You can. Next number on the Paru and Nisha. Yeah, മോനെ. Yeah,క్కడ కూడా వాంచుడు. కూడా వాంచుడు కూడా. ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കണേണ്. ഇത്രയും പേരൊക്കെ ഭയങ്കര വിശപ്പുണ്ട്. സത്യത്തിൽ വിശപ്പില്ലേ? പിന്നെ നല്ല വിശപ്പുണ്ട്. ഭയങ്കര വിശപ്പ് എനിക്ക്. ഞാൻ ഓവറായിട്ട് ഡാൻസ് കളിച്ചുകൊണ്ട് അത്ര എനർജി പോയി. എല്ലാം കേരള സർക്കാരിനും പറ്റത്തില്ല. ഫുഡ് എന്തൊക്കെയാണ് ഓർഡർ ചെയ്തിട്ട് ഫുഡ് വരുമ്പോ ഞാൻ കാണിച്ചു. ഓക്കെ, ഒരു കൈ നോക്കുക. അൽഫാം വേണ്ടല്ലോ. അപ്പൊ ആ വീഡിയോ എടുത്ത് അൽഫാം
ഒരു ഫുള്ളും ഒരു ഹാഫും മേടിക്കാം അല്ലേ? ഒരു ഫുള്ളും ഹാഫ് പെരിപ്പരി മേടിക്കാം, ഒരു ഹാഫ് പെരിപ്പരി, ഒരു ഫുള്ള് നോർമൽ ബിരിയാണി ആയിരിക്കാം. ഫുള്ള് കഴിക്ക്. അപ്പൊ ഒരു ഹാഫ് ചിക്കൻ ബിരിയാണി ബീഫാണോ? ചിക്കൻ ഒരു ഹാഫ് ചിക്കൻ ബിരിയാണി പിന്നെ ചിക്കൻ. നിന്നെ ഞാൻ കണ്ടേ മേഘം പൂക്കൾ പെയ്യുന്നേ ഒന്നാവാ ഞാനെന്നേ നെഞ്ചു തീർത്തോരൻ പ്രണയ പ്രപഞ്ചമിതാ ദർശന സർവം സദാ നിൻ സൗരം ദർശന എൻ ജീവൻ സായുജ്യം ദർശന സ്നേഹാമൃതം എന്നിലെ ദർശന നീ പോകും വഴിയിൽ വരം കാത്തു നിന്നു ഒരു നോക്കു നൽകാതകന്നു നീ ഓർക്കുന്ന നേരം കനലാണു നെഞ്ചിൽ മറുവാക്കു ചൊല്ലാത്തതെന്തേ ഏതൊരാഴത്തിൽ മൂടി വെച്ചാലും അഴകേ മനസ്സു തേടി എത്തുന്നു നിന്റെ ഫ്രണ്ട്സ് അങ്ങനെ ഫുഡ് വന്നു. അൽഫാമുണ്ട്, ബിരിയാണി, ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി പിന്നെ കഴിച്ചു. സോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചായിരുന്നു. ബാക്കി വന്ന എല്ലാ വേസ്റ്റും നമുക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ് അങ്ങനെ ലൈവ് എങ്ങനെയുണ്ട് പോകും? എങ്ങനെ അവിടുത്തെ നാരങ്ങ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ചെറിയൊരു പൊടിമഴയാണ്. നേരെ വീട്ടിലേക്ക്. അപ്പൊ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ടൂറൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിരിക്കുന്നു. ഇനിയിപ്പോ ഇവിടെ 2-3 മണിയായി. അന്നത്തെ ഇവിടെ ചായ കൂടി മത്സരമാണ്. അതോ എല്ലാരും ചായ കുടിച്ചോണ്ടിരിക്കണേണ്. അപ്പൊ ഈ വ്ലോഗ് ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ആദിയോഗ വ്ലോഗ് സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. See you in the next അടിപൊളി വ്ലോഗ്. Till then, bye bye. Good night.